ഹിജറ 1348 റബീഉൽ അവ്വൽ 12 ബഹുമാനപ്പെട്ട ഖുതുബുൽ ആലം ഷെയ്ഖ് മുഹമ്മദ് അബൂബക്കർ വലിയുല്ലാഹി ഖദ്ദസല്ലാഹു സിർറുൽ അസീസ് തങ്ങളുടെ ജനനം. മാതാവ് ആയിഷുമ്മ എന്നവരാണ്. ഉപ്പ കുഞ്ഞിമാഹിൻ മുസ്ലിയാർ, അറിയപ്പെട്ട പണ്ഡിതനും സൂഫി വര്യനും, വഫാത്ത് വരെ മടവൂരിലെ ഖാദിയും ആയിരുന്നു. ഉപ്പ ഹജ്ജിനു പോയ സമയത്ത് ജനിക്കാൻ പോകുന്ന സന്താനത്തെക്കുറിച്ച് സ്വപ്നദർശനമുണ്ടായി. സഹധർമ്മിണി ഗർഭം ധരിച്ചിരിക്കുന്നു, ആൺകുട്ടിയാണ്. പ്രസവിക്കപ്പെട്ടാൽ മുഹമ്മദ് അബൂബക്കർ എന്ന് നാമകരണം ചെയ്യുക എന്നതായിരുന്നു സ്വപ്നം. അധ്യായനം ബിസ്മി ചൊല്ലിക്കൊടുത്തു ആരംഭിച്ചത് പിതാവിൽ നിന്ന് തന്നെയാണ്. അധികം താമസിയാതെ പിതാവ് വഫാത്തായി. വെള്ളത്തെടുത്ത് പറമ്പിലെ പ്രൈമറി സ്കൂളായിരുന്നു ആദ്യത്തെ വിദ്യാഭ്യാസ സ്ഥാപനം. അന്നത്തെ ഓത്തുപള്ളിയും എഴുത്തുപള്ളിയും അത് തന്നെയായിരുന്നു. പിന്നീട് മടവൂർ UP സ്കൂളിലും പഠിച്ചു. മടവൂർ ജുമാഅത്ത് പള്ളിയിൽ നിന്നാണ് ദർസ് പഠനം ആരംഭിക്കുന്നത്. പിതാവ് കുഞ്ഞിമാഹിൻ കോയ മുസ്ലിയാർ, മോങ്ങം അവറാൻ മുസ്ലിയാർ, മലയമ്മ അബൂബക്കർ മുസ്ലിയാർ എന്നിവർ മടവൂരിൽ ഓതിപ്പടിച്ച കാലത്ത് ഉസ്താദുമാരായിരുന്നു. കൊടുവള്ളി ദർസിൽ കുറ്റിക്കാട്ടൂർ ഇമ്പിച്ചാലി മുസ്ലിയാർ ആയിരുന്നു ഉസ്താദ്. കുറച്ചു കാലം ഉള്ളാളത്ത് പഠിച്ചിട്ടുണ്ട്. കൊയിലാണ്ടി കുഞ്ഞി മുഹമ്മദ് മുസ്ലിയാരുടെ അടുത്ത് നിന്നാണ് ഉപരിപഠനാർത്ഥം വെല്ലൂർ ബാക്കിയാത്തിലേക്ക് പോയത്. 1987 മുതൽ 1989 വരെയാണ് വെല്ലൂരിൽ പഠിച്ചത്. ബാക്കിയാത്തിൽ നിന്നും ബിരുദ പഠനം പൂർത്തിയാക്കി 1960 മടവൂർ ജുമാഅത്ത് പള്ളിയിൽ മുദരിസും ഖാദിയുമായി അധ്യാപനം ആരംഭിച്ചു. 1962 ഹജ്ജ് യാത്ര പോയത്. ഹിജറാബ്ദം 1382 ഷവ്വാൽ 14 മാതുലനായ അബൂബക്കർ ഹാജിയുടെ പുത്രവിയായ സൈനബിയെ വിവാഹം കഴിച്ചു. ഷെയ്ഖുനായുടെ സ്വഭാവം അവർണ്ണനീയവും മഹത്തരവുമായിരുന്നു. വിദ്യാർത്ഥിയായിരുന്ന കാലഘട്ടത്തിൽ തന്നെ ഒരു വിദ്യാർത്ഥിക്കുണ്ടായിരിക്കേണ്ട എല്ലാ ഗുണങ്ങളും ആ ജീവിതത്തിൽ പ്രതിഫലിച്ചു. മുദരിസായി ജോലിയേറ്റെടുത്തപ്പോൾ സത്യം, നീതി, സഹിഷ്ണുത, സഹനധൈര്യം, സ്ഥൈര്യം തുടങ്ങിയ സൽഗുണങ്ങൾ ഷെയ്ഖുനായിൽ ദർശിക്കാമായിരുന്നു. മുതഅല്ലിമീങ്ങളോട് അതിരറ്റ സ്നേഹം വെച്ച് പുലർത്തി. കയ്യിലുള്ളത് മുഴുവൻ ആവശ്യക്കാർക്ക് കൊടുക്കുന്ന പതിവുണ്ടായിരുന്ന മഹാൻ അംഗവൈകല്യമുള്ളവരോടും അഹ്ലുബൈത്തിനോടും പ്രത്യേകം താൽപ്പര്യം പ്രകടിപ്പിച്ചു. അക്കാലത്തെ അറിയപ്പെട്ട മഹത്തുക്കളുമായും സാദാത്യങ്ങളുമായും അടുത്ത ബന്ധം വെച്ച് പുലർത്തിയ ഷെയ്ഖുനായുടെ ജീവിതം മുഴുവൻ അത്ഭുതങ്ങളുടെ കലവറയായിരുന്നു. ദർസിൽ ഓതി പഠിക്കുന്ന കാലം തൊട്ടേ നിരവധി കറാമത്തുകൾക്കുടമയാണ്. അശരണർക്കും രോഗികൾക്കും താങ്ങും തണലുമായി വർത്തിച്ച മഹാനവറുകളുടെ ധന്യജീവിതത്തിലും വഫാത്തിനു ശേഷം നടന്ന അത്ഭുത സംഭവങ്ങൾ പൂർണ്ണമായി വിവരിക്കാൻ സാധ്യമല്ല. 1411 ഷവ്വാൽ 4 1991 ഏപ്രിൽ 1 വെള്ളിയാഴ്ച മഹാനവറുകൾ ഈ ലോകത്തു നിന്നും യാത്രയായി. ജീവിതകാലത്തെന്നെ പോലെ ഇന്നും നിരവധി ആളുകൾ ആ തിരുസന്നിധിയിലെത്തുന്നു. അവിടുത്തെ പൊരുത്തവും തിരുനോട്ടവും നമുക്കുണ്ടാവട്ടെ. ആമീൻ.